കുമ്പള ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി. നാളെ മുതൽ ടോൾ ബൂത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ടോൾ ബൂത്തിന് മുന്നിൽ AK അഷ്റഫ് MLA സത്യഗ്രഹം ഇരിക്കും. അരുൺ പൂപ്പറമ്പ നൽകും വിശദാംശങ്ങൾ. അരുൺ, വലിയ പ്രതിഷേധം നടത്തുക എന്നുള്ള നീക്കം അതിൽ ഈ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു അല്ലേ? ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ ഉണ്ടായ കുമ്പള ടോൾ പിരിവിനെതിരെയുള്ള ഒരു പ്രതിഷേധം അത് ശക്തമാക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന വലിയ പ്രതിഷേധമാണ്. അതിൽ ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നീക്കം. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. ശ്രുതി, വലിയ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ ഉണ്ടായത്. 25 കിലോമീറ്റർ ദൂരപരിധിക്കിടയിൽ 2 ടോൾ പ്ലാസകൾ അത് അനുവദിക്കില്ല എന്നതാണ് ആക്ഷൻ കമ്മിറ്റി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത്, ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിൽ ഈ ടോൾ പ്ലാസയുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടായതാണ്. പിന്നീട് കോടതിയിൽ ഹർജി നൽകുകയും ആ ഹർജിയിൽ തീർപ്പാകുന്നതിന് മുമ്പ് വീണ്ടും ദേശീയപാത അതോറിറ്റി ഈ ടോൾ പിരിക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഉപരോധിച്ചത്. മഞ്ചേശ്വരം MLA AK അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമുണ്ടായത്. 1.5 മണിക്കൂർ സമയം ആ ദേശീയപാത പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ട് MLA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നാണ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൽ പ്രതിഷേധം കടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 9:30 മുതൽ AK അഷ്റഫിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നതിന് അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനം തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അന്യായമായ ടോൾ പിരിവാണ്. 60 കിലോമീറ്റർ ദൂരപരിധിയാണ് ടോൾ പിരിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം. അത് ലംഘിച്ചുകൊണ്ട് കോടതി ഉത്തരവ് പോലും കാത്തിരിക്കാതെ ദേശീയപാത അതോറിറ്റി ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. പക്ഷേ ഇതിൽ ദേശീയപാത അതോറിറ്റി പറയുന്ന വിശദീകരണം നിലവിൽ 1ാം റീച്ചിന്റെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത്. 2ാം റീച്ചിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ 60 കിലോമീറ്റർ ദൂരപരിധി എന്നുള്ളത് അതനുസരിച്ച് പെരിയയിൽ അത്തരത്തിൽ ടോൾ പ്ലാസ നിർമ്മിക്കുകയും അവിടെ ടോൾ പിരിവ് നടത്തുകയും ചെയ്തത് താൽക്കാലികമായിട്ടുള്ള സംവിധാനമാണെന്നാണ് വിശദീകരണം. എന്നാൽ അത് അംഗീകരിക്കാൻ ആക്ഷൻ കമ്മിറ്റി തയ്യാറായിട്ടില്ല. അനിശ്ചിതകാല സമരത്തിലേക്കാണ് ആക്ഷൻ കമ്മിറ്റി പോകുന്നത്. ഇന്നിപ്പോ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. തുടരും പ്രതിഷേധം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സത്യാഗ്രഹം